ചലച്ചിത്ര സംവിധായകനായിരുന്ന രാമു കാര്യാട്ടൻ്റെ 46ാമത്തെ ഓർമ്മ ദിനമാണെന്ന്. വളരെ പ്രതിഭാശാലിയായിരുന്നു രാമു കാര്യാട്ടൻ. നമുക്കറിയാം, തനിക്ക് ആദരവും ബഹുമാനവും തോന്നുന്നവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ എന്നും ഈ സംവിധായകൻ മിടുക്ക് കാണിച്ചിരുന്നു. രാമു കാര്യാട്ടൻ അങ്ങനെ ഒരു സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു. കുതികാൽ വെട്ടും അയൽവാസിക്ക് ഭാര്യയുമൊക്കെ സർവ്വസാധാരണമായ സിനിമയിൽ രാമു കാര്യാട്ട് വേറിട്ട ഒരു കഥാപാത്രമായിരുന്നു. ചലച്ചിത്ര സംവിധായകനും കാർട്ടൂണിസ്റ്റും ഒക്കെ ആയിരുന്ന ജി അരവിന്ദനോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവ് ഒരിക്കലും അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ല. അരവിന്ദൻ്റെ കാഞ്ചന സീത, ആ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ ചിത്രം സംവിധാനം ചെയ്തപ്പോൾ തനിക്കെടുക്കാൻ കഴിയാത്ത സിനിമയാണ് കാഞ്ചന സീതയെന്ന് തന്നേക്കാൾ 10 മടങ്ങ് സമർത്ഥനാണ് ജി അരവിന്ദൻ എന്നും പറയാൻ രാമു കാര്യാട്ട് വിശാല മനസ്കത കാണിച്ചു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ഇന്നാണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൊള്ളത്തില്ല എന്ന് ആദ്യമേ തന്നെ പറയും. പടം ഇറങ്ങും മുമ്പേ തന്നെ അഭിപ്രായം പറയുന്ന എത്രയോ സംവിധായകന്മാർ നമുക്ക് മുന്നിലുണ്ട്. ഡൽഹിയിൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നപ്പോൾ തൻ്റെ സിനിമയൊക്കെ മാറ്റിവെച്ച് കാഞ്ചന സീതയ്ക്ക് തിയേറ്റർ ഏർപ്പാടാക്കി കൊടുക്കാൻ രാമു കാര്യാട്ട് ഡൽഹിയിൽ ഓടി നടന്നു എന്നത് മറ്റൊരു കഥയാണ്. സ്വന്തം സിനിമയേക്കാൾ താല്പര്യം അരവിന്ദൻ്റെ ചിത്രത്തിന് കൊടുക്കുന്ന എന്തിന് എന്നാരോ ചോദിച്ചു. അപ്പോൾ രാമു കാര്യാട്ടിന് മറുപടി വന്നു, ആ താടിക്കാരനൊരു അവസരം കിട്ടിയ കുറുസോവയേക്കാളും വലിയ സംവിധായകനായി അയാൾ മാറും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മലയാളത്തിൽ 100 പടമെടുക്കുന്നതിനേക്കാൾ വലിയ കാര്യം അവൻ്റെ ഒരു സിനിമ ജനങ്ങളെ കാണിക്കാൻ അവസരമൊരുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നതെന്നും കാര്യാട്ട് പറയാൻ മടിച്ചില്ല. യഥാർത്ഥ പ്രതിഭാശാലികൾ അങ്ങനെയാണ്. തന്നേക്കാൾ മിടുക്കനാണ് തനിക്കെതിരെ നിൽക്കുന്നവനെന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ മറ്റുള്ളവരുടെ പ്രതിഭയെ അംഗീകരിക്കും, അവരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കും. പ്രോത്സാഹിപ്പിച്ചാൽ ചിലർ ആൾക്കാർ നമ്മളെക്കാൾ വലിയവരാകും എന്ന ഭയം ആവശ്യമില്ല. പക്ഷേ നമ്മൾ കാണുന്നത് സമൂഹത്തിൽ വലിയ ആശങ്കയുള്ള ആൾക്കാരെയാണ്. ഒരു ഇൻസെക്യൂരിറ്റിയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളിന് നല്ല മികവുണ്ട്, കഴിവുണ്ട് എന്ന് തോന്നിയാൽ അയാൾ തന്നേക്കാളും കയറി വളർന്നു കളയുമോ, തന്നേക്കാളും വലിയ ഏണിപ്പടി ചവിട്ടി അയാൾ മേലോട്ട് പോയി കളയുമോ എന്ന് ഭയന്ന് അയാളിൽ നിന്ന് അകന്നു നിൽക്കാനും അയാളെ തകർക്കാനും ഒക്കെ ശ്രമിക്കും. എൻ്റെ സർവീസ് ജീവിതത്തിലൊക്കെ എനിക്ക് പലപ്പോഴും ഇങ്ങനെ ഈ ആശങ്കയുള്ള ആളുകളെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിടുക്കുകൾ അവർ നാരായവേല ഒരു പിഴുതു കളയുമെന്ന് മാത്രമല്ല, നമ്മളെ തച്ചുടയ്ക്കാൻ എല്ലാവിധമായ ഗൂഢശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ശ്രമങ്ങളൊക്കെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിന് നമുക്ക് വേണ്ട ഒരു സാധനം ആത്മവിശ്വാസമാണ്. 2 അടി പിറകോട്ട് വീഴുമ്പോൾ 3 അടി മുന്നോട്ട് ചാടിക്കയറാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെ ആശങ്കയുള്ള ഈ രോഗികളെ നമുക്ക് കടന്നു പോകാൻ കഴിയും. രാമു കാര്യാട്ടനെ എപ്പോഴും ഓർക്കുക, ജി അരവിന്ദൻ ഒരു കുറസവയെ പോലെ ഒരു ലോകമറിയുന്ന സംവിധായകനാകാൻ ത്രാണിയും കരുത്തും ശക്തിയുള്ളവനാണ് എന്ന് എപ്പോഴും വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് വേണ്ടി ഡൽഹി എന്ന മഹാനഗരത്തിൽ ഓടി നടന്ന കാര്യാട്ട് നമ്മുടെ ഓർമ്മയിലുണ്ടാകണം.